ഗോൾഡൻ ടെമ്പിൾ എത്താറായിട്ടുണ്ട്. രാവിലെ മാർക്കറ്റിനകത്തൂടെയൊക്കെ കയറി ഇറങ്ങി ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്ത് എത്താറായി എന്നാണ് എൻ്റെ വിശ്വാസിക്കുന്നില്ലല്ലോ. നല്ല തിരക്കാണ്. ഫുൾ റഷാണ്. ബൈക്ക് പാർക്ക് ചെയ്യണം, അതാണ് ഇനി അടുത്ത കടം. നമ്മളങ്ങനെ ഗോൾഡൻ ടെമ്പിൾ വന്നിരിക്കുകയാണ്. അവർ കുറേ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട്, ഷോളും സ്കാർഫും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് കിടക്കുകയാണ്. ഇതെന്താ സിഖ്? ഓ മൈ ഗാഡ്, സ്കാർഫൊക്കെ കെട്ടി സിഖ്. ഇവിടുത്തെ ടെമ്പിളിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ ഇത്. ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് കിട്ടുന്ന പ്രസാദം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത്. നമ്മുടെ ടെമ്പിളിൽ കയറി തൊഴുതിന് ശേഷം ഇറങ്ങിയായിരുന്നു കേട്ടോ. ഇറങ്ങിയ ശേഷമുള്ള തിരക്കാണ്, നല്ല തിരക്കുണ്ട് ഇവിടെ. അവിടെ നിന്നാണ് നമ്മൾ അകത്തോട്ട് കയറേണ്ടത്. അപ്പോൾ അതാണ് ടെമ്പിള്. രണ്ട് സൈഡിലും ലേക്കിൻ്റെ നടുക്കായിട്ടാണ് ഈ ടെമ്പിൾ ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ തൊഴുത് ഇറങ്ങുമ്പോൾ ഇവിടെ നിന്ന് വെള്ളമൊക്കെ കിട്ടും കേട്ടോ. വെള്ളം പിന്നെ നമുക്ക് അകത്തുനിന്ന് കിട്ടിയ പ്രസാദം നമുക്ക് ആ സൈഡിൽ കാണുന്ന കൗണ്ടറിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഗോൾഡൻ ടെമ്പിൾ കാണുന്നത് അതാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പിൽ കയറാം കേട്ടോ. ഗോപുരം പോലെ ഇരിക്കുന്ന അതിൻ്റെ മുകളിൽ കയറാൻ പറ്റും നമുക്ക്. പിന്നെ ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഈ കാണുന്ന ലേക്ക്, ഇതൊരു മനുഷ്യനിർമ്മിത ലേക്കാണ്. അതിനെ നടുക്കാനായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് എപ്പോഴും ക്ലീൻ ആക്കിക്കൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ ഇവർ. ഇത് ഈ സൈഡിൽ കാണുന്നത് അത്രയും ഇത് പണിയുന്ന സമയത്ത് പൈസ കൊടുത്തവരുടെ എമൗണ്ടും പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് കേട്ടോ. ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ഫ്രണ്ട്. നമ്മുടെ ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതാണ്. ആക്ച്വലി ഞങ്ങളിപ്പോൾ ഗോൾഡൻ ടെമ്പിളിൽ വന്നിട്ട് ഇവിടുത്തെ അന്നദാനം കഴിക്കാൻ പോകണം കേട്ടോ ഇവിടുത്തെ. അപ്പോൾ താഴെ തന്നെ പ്ലേറ്റും കാര്യങ്ങളെല്ലാം തരും. മുകളിലാണ് ഒരുപാട് ഇതുണ്ട് കേട്ടോ. അന്നദാനം കൊടുക്കാനായിട്ട് തന്നെ ഒരുപാട് കൗണ്ടറുകളുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം റൊട്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ കറിയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറി വന്നിട്ടുണ്ട്. ഇത് വെള്ളത്തിനുള്ളതാണ് കേട്ടോ. നമുക്കിപ്പോൾ ചപ്പാത്തി, റൈസ്, ഇത് ഡാലിൻ്റെ എന്തോ ഒരു കറിയാണ്. പിന്നെ ഇത് കടല, ഇത് പായസമാണ്. അതിനകത്തത് ഗീർ അങ്ങനെ എന്തോ പറയുന്നത്. ഇവിടെ എല്ലാം അവർ ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഓരോ സൈഡിൽ നിന്ന് വിളമ്പിക്കൊണ്ടിരിക്കും. അത് വെള്ളമാണ് കൊണ്ടുവന്ന് ഒഴിക്കുന്നത്. അങ്ങനെ നമ്മൾ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് ചെയ്തു. എല്ലാം ഓരോരോ എക്സ്പീരിയൻസുകളാണ് നമ്മൾ ലൈഫിൽ. ഇവിടുന്ന് ഫുഡ് കഴിച്ചതും അത് അവരുടെ അന്നദാനമാണ് എല്ലാവർക്കും. അതും എന്ത് ബഹുമാനത്തോടെയാണ് അവർ ആഹാരത്തെ കാണുന്നതെന്ന് നമ്മളത് വിളമ്പുമ്പോൾ അറിയാം. നമ്മൾ രണ്ട് കൈ നീട്ടിയാൽ മാത്രമേ അവർ ആ ഫുഡ് തരത്തുള്ളൂ നമുക്ക്. അതുമല്ല എല്ലാം പ്രോസസ്സാണ്. നമുക്ക് ക്ലീൻഡ് പ്ലേറ്റ്സ് തരുന്നു. അതുപോലെ ഓരോന്നും മേടിക്കാനായിട്ട് ഇങ്ങനെ ആൾക്കാർ നിൽക്കുകയാണ്. എന്തുമാത്രം ആൾക്കാരാണ് വരുന്നതെന്ന്. അയ്യോ, ഞാൻ ഭയങ്കരമായിട്ട് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ കാലൊക്കെ ഇങ്ങനെ കഴുകിയതിന് ശേഷം നമ്മൾ മെയിൻ എൻട്രൻസ് വഴി ഇങ്ങനെ പുറത്തേക്കല്ല അകത്തേക്ക് പോവുകയാണ്. നമ്മൾ ആക്ച്വലി കയറിയത് ബാക്ക് സൈഡിൽ കൂടെയാണ് കയറിയത്. നമ്മളെ വണ്ടിയും കാര്യങ്ങളെല്ലാം പാർക്ക് ചെയ്തേക്കുന്നത് അവിടെയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ തന്നെയാണ് ഈ ഭോജനാലയവും വരുന്നത്. ഇവരതിനെ പറയുന്നത് ലങ്കർ ഹാൾ എന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ റൂമിലേക്ക് പോകണം.
ഫുഡ് വൈകുന്നേരം ഫുഡ് കഴിക്കും. നല്ല തിരക്കാണ് കേട്ടോ, ഭയങ്കര തിരക്ക്. ഇവിടെ ഉത്സവം തുടങ്ങാൻ പോവാണ് 28-ാം തീയതി മുതൽ. അങ്ങനെ അതിൻ്റെ ആദ്യമായിട്ടായിരിക്കണം ഇത്രയും തിരക്ക്. പൂക്കളൊക്കെ വെച്ച് ഫുള്ള് അലങ്കരിക്കുമായിരുന്നു. അകത്തോട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവിടെ ഫുള്ള് വാള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇനി മെയിൻ റോഡിലേക്ക് ഇവിടെയെല്ലാം നല്ല തിരക്കാണ്. ഒരു രക്ഷയില്ല. റിക്ഷ ഉണ്ടോ? റിക്ഷ നമ്മൾ ചണ്ഡീഗഡിൽ കണ്ട അതേപോലത്തെ മോഡൽ. ഇതെല്ലാം റിക്ഷാസാണ്.